ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബഡ്ജറ്റ് എയർലൈൻസിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതും വിസയർ. ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ എത്തി അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യും. ഞങ്ങളിവിടെ ഇതിൻ്റെ ഡ്രസ്സ് മാറാൻ ക്രാക്കോ എയർപോർട്ടിൻ്റെ എന്താ പറയുന്നത് ബേബി ചേഞ്ചിങ് റൂമിൽ കയറിയപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം, അതായത് നമ്മുടെ മൈക്രോവേവ് ഒരു ബേബി ചേഞ്ചിങ് റൂമിൻ്റെ എത്തിയിരിക്കുന്നത് കാണുന്നത്. സോ വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഹലോ, so ready to go? Yeah, we are going to. പിന്നെ പറയാം നമ്മൾ അവിടെ എത്തിയിട്ട്. ആൻഡ് നമ്മുടെ എല്ലാ ഫോർമാലിറ്റീസ് ഇരുന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ സ്ട്രോളർ ഹെവി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർക്രാഫ്റ്റ് ബോർഡ് ചെയ്യുന്നതിന് മുന്നേ അത് അവരെ ഹാൻഡ് ഓവർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഹെവി ലഗേജ് സെക്ഷനിൽ നമ്മുടെ സ്ട്രോളർ കിട്ടും. ഇവിടെ സോ നമുക്കിനി ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയില്ല. സ്ഥിരം നമ്മുടെ എയർപോർട്ട് കാഴ്ചകൾ കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സോ നമുക്ക് മിലാൻ എത്തിയിട്ട് പുറത്തൊരു അടിപൊളി കാഴ്ചയുണ്ട്, ഞാൻ കാണിച്ചു തരുന്നത്. ടിൽ നൗ വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ ഫ്രം ദി സ്കൈ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ മിലാൻ മാൽപിൻസ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ മിലാൻ സെൻട്രലിലോട്ട് പോകണം. അതിനായിട്ട് ഞങ്ങൾ ട്രെയിൻ എന്നുള്ള ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ട്രെയിൻ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മുടെ ബസ്സും ടാക്സിയാണ്. ആൻഡ് ടാക്സീസ് ഓഫ് കോഴ്സ് എക്സ്പെൻസീവ്. സോ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള മാൽപിൻസ എക്സ്പ്രസ് ട്രെയിൻ ആണ്. സോ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ നമ്മൾ പുറത്തൊന്നും ഇറങ്ങുന്നില്ല. നമ്മൾ എയർപോർട്ടിന് അകത്തോട്ട് തന്നെയാണ് സ്റ്റേഷനിലോട്ട് പോകുന്നത്. ആൻഡ് ഓൾ യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ഫോളോ ദോസ് ആരോ വേർ ട്രെയിൻ ഈസ് മെൻഷൻ. ആൻഡ് നമ്മൾ നേരെ -1 ആൻഡ് ഈ -1 ഞങ്ങൾ ആക്ച്വലി 2 എലിവേറ്റർ എടുത്തിരുന്നു. സോ നമ്മൾ ഈ ട്രെയിനിൽ എടുത്തിട്ടുള്ള ടിക്കറ്റ് അടുത്ത 3 മണിക്കൂറിലത്തേക്ക് നമുക്ക് വാലിഡ് ആണ്. ഇൻ കേസ് നമ്മുടെ ഒരു ട്രെയിൻ മിസ് ആവുകയാണെങ്കിൽ 3 hours അകത്തുള്ള ഏതൊരു ട്രെയിൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആൻഡ് നമ്മൾ ആ ലാസ്റ്റ് എലിവേറ്റർ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ആ ടിക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ മാൽപിൻസ ടെർമിനൽ 2 നിന്ന് ടെർമിനൽ 1 നിന്ന് ഇപ്പോൾ സെൻട്രലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ കയറി അവിടെ സീറ്റിൽ ഇരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ലഗേജ് റാക്ക് ഉണ്ടായി. അവിടെ ഞങ്ങളുടെ ലഗേജും ഇതും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 1 hourലേക്ക് ഒരു 1 hour ജേർണി ഉണ്ട്. സോ നമുക്ക് നേരെ സെൻട്രലിലോട്ട് പോകാം. സോ ഫൈനലി വി ആർ ഹിയർ ഇൻ മിലാൻ. നമ്മൾ ഒഫീഷ്യലി മിലാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ പോകുന്നതാണ് കൊണ്ട് ഇവിടെ നിന്ന് 1 മണിക്കൂർ എടുക്കും നമുക്ക് മിലാനോ സെൻട്രലിൽ എത്താൻ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി നമ്മുടെ ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഇതിൻ്റെ സ്ട്രോളറൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ എവിടെ വന്നു താഴെ. ഞങ്ങൾക്ക് സിമ്മിന് ഭയങ്കര പ്രശ്നമായിപ്പോയി. ഞങ്ങളുടെ സിമ്മിന് നെറ്റ്വർക്ക് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങളിവിടെ ഉള്ളൊരു സിം പ്രൊവൈഡറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ അവർ പറയണം 56 euro ആണ് ഒരു സിമ്മിൻ്റെ റേറ്റ്. അത് ഒരുപാട് കത്തിയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ സിമ്മ് ജസ്റ്റ് റാൻഡമായിട്ട്, കാരണം ഞങ്ങൾക്ക് 5G ഒന്നും കിട്ടുന്നില്ല, റാൻഡമായിട്ട് ഞങ്ങളൊരു ചെറിയൊരു റോമിംഗ് പാക്ക് ആക്ടിവേറ്റ് ചെയ്തു. ആൻഡ് ദെൻ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് നമുക്ക് ഒരു 13 euro ആണ്, രണ്ടും കൂടെ 26 euro. ഇതിലൊന്നുമില്ല. ആൻഡ് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു, ലിഫ്റ്റ് ഇറങ്ങി. ആ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതോ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് പുറത്ത്. സോ ഇനി നമ്മൾ ഇവിടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഒരു മെട്രോ എടുക്കണം. എന്നിട്ടാണ് ഞങ്ങൾ സ്റ്റേയിലെത്താൻ പോകുന്നത്. ഞങ്ങളുടെ സ്റ്റേ ദ്യോമോ മിലാനിൻ്റെ അടുത്താണ്. സോ യെസ്, വി ആർ എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ മിലാൻ. എറണാകുളം. ഓക്കെ, ഇതിൽക്കോട്ടു. ഓ, ഇനി ഞങ്ങൾക്ക് 3 സ്റ്റോപ്പാണ്. ഇതിൽക്കോട്ട് ആർ യു എക്സൈറ്റഡ്? ഇതിൽക്കോട്ടൻ സ്റ്റൈലായിട്ട് പാത്രോ പാത്രോ പാത്രോ. അയ്യോ, നമ്മൾ തപ്പിക്കതാ പോലെ. ഓക്കെ, സോ മേ ബി ഇവിടുന്ന് കുറേ ആൾക്കാർ കയറും. അങ്ങനെ നമ്മുടെ സെൻട്രൽ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങി ഇവിടുന്ന് മെട്രോ പിടിച്ച് റൂമിലോട്ട് പോകാം. അതിന് മുന്നേ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് മേടിച്ചിട്ട് വേണം റൂമിൽ പോകാൻ. സോ ഞങ്ങളിതാ സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. നല്ല പോക്കറ്റുള്ള സ്ഥലമാണ്. ഇറ്റലിയിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വരാതിരിക്കട്ടെ. സോ നമുക്ക് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് എത്തിയിട്ട് വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ മെട്രോ സ്റ്റേഷനകത്ത് കയറി ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വീഡിയോസ് ഒന്നും ഒരുപാട് പിടിച്ചില്ല. സേഫ്റ്റി റീസൺ തന്നെയാണ് ഇഷ്യൂ. പിക് പോക്കറ്റിംഗ് ഒരുപാട് നടക്കുന്ന സ്ഥലമാണ്. സോ ഞങ്ങളുടെ സ്റ്റേ വരുന്നത് ദ്യോമോയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ മിലാൻ സെൻട്രാലി സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നേരെ എടുത്തിട്ടുള്ള M3 മെട്രോ ലൈനാണ്. അതിൽ ദ്യോമോ സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. ആൻഡ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആ സ്റ്റെയർ കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ദ്യോമോ ദി മിലാനാണ്. ദ വ്യൂ വാസ് അമേസിങ്. ഞങ്ങൾ അങ്ങനെ ഇവിടെ റൂമിലൊന്നും എത്തിയിട്ടുണ്ട്. നമുക്കിനി റൂം ടൂർ ഉണ്ടല്ലോ, തുറന്നേക്കാം. ഹലോ. സോ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു വാഷ്റൂം ഉണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ്. നമുക്കിവിടെ ഒരു സെപ്പറേറ്റ് ഷവർ ഏരിയ ഉണ്ട്, നല്ലൊരു മിററുണ്ട്. എന്തായാലും നമ്മുടെ റൂം 4th ഫ്ലോറിലായിരുന്നു. 4 ഫ്ലോർ പടി കയറി നമ്മുടെ കിളി പോയിരിക്കുകയാണ്. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ബാത്റൂം.
ദെൻ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ കുറച്ച് സ്റ്റോറേജ് ഉണ്ട്, നമുക്ക് ടവൽസ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് മേ ബി ലഗേജ് സ്റ്റോർ ചെയ്യാം. ഞങ്ങൾ ഷൂ വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ദെൻ ഈ സൈഡിൽ വരുമ്പോൾ നമുക്കൊരു കൊച്ച് ഇതൊരു ലേശമലമാണ്. സോ നമ്മളെ കിച്ചണിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. അവിടെ നമുക്ക് കെറ്റിലുണ്ട്, സ്റ്റവ്, മൈക്രോവേവ്, പിന്നെ ബേസിക് കട്ട്ലറീസ് ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു ഫ്രിഡ്ജും പിന്നെ കുറച്ച് തേയിലപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. സോ കിച്ചണിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സോഫ കം ബെഡ്, ഒരു സ്റ്റാൻഡേർഡ് ഡബിൾ ബെഡ്, അതിൻ്റെ തൊട്ടുമുകളിൽ നല്ലൊരു വലിയ മിറർ, 2 സൈഡ് ടേബിൾ, ദെൻ വി ഹാവ് TV ആസ് വെൽ എസ് ഇത് AC റൂമാണ്. ആൻഡ് നമ്മുടെ തുണിയൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഹാങ്കേഴ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ലെറ്റ് ഒക്കെ കാണുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആണ്. സോ ഇപ്പോൾ ഇതിൽ കൂട്ടൻ അത്യാവശ്യം കരച്ചിൽ നിർത്തി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ കമൻസിൽ ഇട്ടാൽ മതി. ഞങ്ങൾ അവിടെ ഡീറ്റെയിൽസ് പിൻ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കാം. നമ്മളിനി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് അടുത്തുള്ള 1-2 സ്ഥലങ്ങൾ പോയി കാണാം. സോ ഇറ്റ്സ് റെസ്റ്റ് ടൈം. ഞങ്ങളങ്ങനെ സ്റ്റേ ചെയ്യുന്നത് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ചെറുതായിട്ട് ഈ സമയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും 4 ഫ്ലോർ പടി കയറി ഇറങ്ങണമെന്ന് വെച്ചാൽ വെയിറ്റ് ഒക്കെ കുറേ ഇട്ടല്ലേക്ക്. എനിക്ക് തോന്നുന്നു ഇത്രയും കയറുമ്പോൾ ടയർഡാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ നിങ്ങൾക്ക് ഇതിനെ നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ് കയറി എൻട്രൻസ് കാണിച്ചില്ല, അത് അടിപൊളിയാണ്. ഇരുട്ട ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരിക്കും പ്രോപ്പർലി. നമ്മൾ ഈ കാണുന്നൊരു ഡോറ് കുരിഞ്ഞിറങ്ങി പോകണം. പൊക്കമുള്ളവർക്കൊക്കെ നല്ല എട്ടിൽ പണിയാണിത്. സ്ട്രോളർ എടുക്കാത്തൊരു അബദ്ധമായെന്ന് തോന്നി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. നല്ലൊരു സ്ട്രീറ്റിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുള്ളത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കടകളും എല്ലാം ഉണ്ട്. ഇപ്പോഴത്തേയും പോലെ ഞങ്ങളുടെ ട്രാം പോയി. അങ്ങോട്ട് പോവാം. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പ്രൈമാർക്ക് ഉണ്ട്, ഗെസ്സിൻ്റെ ഷോറൂമുണ്ട്. ഇല്ലാത്ത ഷോറൂമുകളില്ല. സോ നമുക്കിനി ട്രാം പിടിച്ചിട്ട് പോവാം. സോ ഞങ്ങളിപ്പോൾ കാണാൻ വന്നിട്ടുള്ളത് അങ്ങ് നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്തോ ബോസ്കോ വെർട്ടിക്കാലെ എന്ന് പറഞ്ഞാൽ ഒരു 2 ബിൽഡിംഗ് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പം ഞങ്ങളങ്ങനെ നടന്ന് ശരിക്കും ഇപ്പോൾ ഏത് പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതിങ്ങനെ നടക്കുമ്പോൾ? അയ്യോ, നമ്മൾ ഇനി ഒരു 12 മിനിറ്റ് നടക്കണം. സോ കണ്ണുപിടിച്ച് ഗൂഗിൾ മാപ്പും വിഷ്വൽസ് ഞങ്ങൾ നടന്ന് പോയി എവിടെയൊക്കെ ചെന്നെത്തി. അത് ഭയങ്കര ഷെയ്ഡി ഏരിയ ആയിരുന്നു, ഞങ്ങൾക്ക് ഒട്ടും സേഫ് ആയിട്ട് തോന്നിയില്ല. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് ട്രാം സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇനി തിരിച്ച് ബോസ്കോ വെർട്ടിക്കാലയുടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചിപ്പോൾ ഡിയോമോയിലോട്ട് പോവാണ്. ഈ കയറി ട്രാം നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ച് ഫ്ലോപ്പ് ആയിപ്പോയി. ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾക്ക് ആ ഒരു ബോസ്കോ വെർട്ടിക്കാലോ ബിൽഡിംഗ് കാണാൻ പറ്റിയില്ല. സോ ഇപ്പോൾ ഞങ്ങൾ KFC വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഈ കാണുന്നതാണ് ഞങ്ങൾ 15 യൂറോ മുടക്കി മേടിച്ച ഒരു ബക്കറ്റും ബർഗറും ഫ്രൈസും 2 റീഫിലബിൾ ഡ്രിങ്കും. നാളെ തൊട്ട് വേണം ഇനി ഇവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഇന്നത്തെ ദിവസം ശരിക്കും കട്ട ഫ്ലോപ്പായിരുന്നു. ഈ ബക്കറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന സ്ട്രിപ്പാണ്. ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ ഇതിന്? നല്ല സൂപ്പർ ജ്യൂസി ആയിട്ടുണ്ട്. എന്താ എടുക്ക്, സോസ് ഉണ്ട്. സത്യം ക്രാക്കോല് KFC വായി വെക്കാൻ കൊള്ളൂല. പിന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു ക്രേവിംഗ് തോന്നുമ്പോൾ കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ ഡിയോമോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി 3 പേരും ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹിയർ വി ആർ അറ്റ് ഫേമസ് ഡിയോമോ ദി മിലാൻ. നമ്മൾ രാവിലെ ഒരു 6:30 വന്നപ്പോഴാണ് ഇവിടെ ഇത്രയും ആള്. എൻ്റെ മോനെ, ആള് കൂടുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഏരിയ ഒക്കെ കാണിച്ചു തരാം. രാവിലെ 6:30 എണീച്ച് ഞങ്ങൾ മിലാന്റെ ഹൃദയത്തിൽ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്. അതും ദിയോമതി മിലാൻ ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്തത്. ലോകത്തിലെ തന്നെ 3ാമത്തെ വലിയ ചർച്ച്. അതും 600 കൊല്ലം എടുത്തു ഈ ഒരു മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിന്റെ ഓരോ സ്റ്റാച്യൂസിന് തന്നെ പറയാൻ ബൈബിളിന്റെയും മിലാന്റെ ഹിസ്റ്ററി റിലേറ്റഡ് കഥകളുണ്ട്. ആൻഡ് ദ ഫൺ ഫാക്ട് ഈസ് ഈ ഒരു എൻറ്റയർ ബിൽഡിംഗിൽ 3000+ സ്റ്റാച്യൂസ് ഉണ്ടെന്നാണ്. വെയിറ്റ് ഞാൻ നിങ്ങളെ ഹിസ്റ്ററി പറഞ്ഞ് എന്തായാലും ബോർ എടുപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് റൂഫ് ടോപ്പിൽ പോകണം. ആക്ച്വലി ഞങ്ങളുടെ ടൈം ആയിട്ടില്ല. സോ ചുറ്റുമുള്ള കുറച്ച് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ റൂഫ് ടോപ്പിലോട്ട് പോകുന്നത്. അപ്പോഴേ അതിന്റെ ലൈനൊക്കെ ഓപ്പൺ ആവും. മിലാനിൽ വരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ദിയോമയ്ക്ക് ശേഷം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഈ കാണുന്ന കെലേരിയ വിക്ടോറിയോ ഇമാനുവൽ, ദ ഓൾഡസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോപ്പിംഗ് മോൾ. റോളക്സ്, ഗൂച്ചി, ലൂയി വിത്തോൺ ഫാൻസ് അസംബിൾ ഹിയർ. എന്തോ സ്ട്രീറ്റിലവിടെ നമ്മുടെ ഈ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സും അല്ല. അപ്പുറത്ത് നമുക്ക് ഷെനലുണ്ട്. നിങ്ങൾക്ക് ലക്ഷറി ബ്രാൻഡ്സ് ഷോപ്പ് ചെയ്യണോ? ദെൻ യു ആർ അറ്റ് ദ റൈറ്റ് സ്പോട്ട്.
ഇത് ലോകത്തിലെ ഒരുപാട് ലക്ഷറി ബ്രാൻഡ്സിന്റെ താവളം തന്നെയാണ്. ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ആ ഒരു ആർക്കിടെക്ചർ അഡ്മയർ ചെയ്തിരുന്ന നമുക്ക് ഒത്തിരി സ്പോട്ടുകളിൽ ഇരുന്ന് കോഫി കുടിക്കാനും കൂടെ ഒരു നല്ല സ്ഥലമാണിത്. സോ ഇവിടെ ഒരു ലോക്കൽ ട്രഡീഷൻ ഉണ്ട്. അതായത് ഇവിടുത്തെ ബുൾസ് മൊസൈക്കിൽ പോയിട്ട് നിങ്ങൾ 3 വട്ടം അതിന്റെ ചുറ്റും കറങ്ങാൻ നിങ്ങൾക്ക് ഭാഗ്യം വരും. സോ ഇഫ് യു ആർ കമ്മിങ് ഹിയർ, ഡോണ്ട് ഫോർഗെറ്റ് ടു ട്രൈ ഇറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ ട്രഡീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെ ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ആഡ്. നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇനി ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി എക്സ്പ്ലോർ ചെയ്ത് ആള് കൂടുതൽ മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ. ഗാലറിയുടെ അകത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. റൂമിൽ പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റിന് കുറച്ച് ബ്രീഫ് തരാം. സോ ഈ കാണുന്നൊരു ബോർഡ് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് പോകുന്ന ടിക്കറ്റ് ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഓൺലൈനിലും എടുക്കാം. ഞങ്ങൾ എടുത്തിട്ടുള്ള ജസ്റ്റ് ടെറസ് ബൈ ലിഫ്റ്റാണ്, 16 euros. ആൻഡ് നമ്മുടെ ടൈം 9 മണിയാണ്. ഇപ്പോൾ 7:52 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് വരാനാണ് പ്ലാൻ. ഞങ്ങളന്ന് റൂമിൽ പോയി ഇതിൻ്റെ സ്ട്രോളറും വെച്ച് തിരിച്ചു വന്നതും ഇവിടെ തിരക്ക് ഡബിൾ ആയിട്ടുണ്ട്. സോ ഇനി ഞങ്ങൾ ഡ്യൂമിൻ്റെ മുകളിൽ കയറാനുള്ള ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ലൈനിലോട്ട് പോവാണ്. കമൺ ഗൈസ്, ഒടുക്കത്തെ വെയിൽ ഈ സമയത്ത് എടുക്കണ്ടായിരുന്നില്ലേ. വി ഹോപ്പ് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടും. ഞങ്ങൾ ലിഫ്റ്റിൻ്റെയാണ് എടുത്തിരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ബോർഡിൽ കണ്ടതുപോലെ 16 euro ആണ് നമുക്ക് ഒരാൾക്ക് മുകളിൽ കയറാൻ. ഇതിന് ഫ്രീ ആണ്. പിന്നെ നമുക്ക് മുകളിൽ സ്ട്രോളർ, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകൂടാ. സ്ട്രോളർ ഫോൾഡബിൾ ആണെങ്കിൽ കൊണ്ടുപോകാം. ഞങ്ങളുടെ ഇച്ചിരി ഹെവി വെയിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ കൊണ്ട് വെച്ചിട്ട് വന്ന് റൂമിൽ പോയി തിരിച്ചു വന്നതിൻ്റെ പാടാണ്. ഞങ്ങൾ ഇത്രയും ബാക്കിൽ ഇനി പൊട്ട വെയിലത്താണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലൊന്ന് കയറി എത്താൻ ഞങ്ങൾ രക്ഷപ്പെട്ടു ഗൈസ്. ആ ലൈൻ ഇവിടെ ഇനി എത്ര ലൈൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ ലൈൻ നമ്മുടെ സ്റ്റേഴ്സിൽ കൂടെ പോകാനുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ഇതൊക്കെ വെയിൽ കൊച്ചുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ലിഫ്റ്റ് എടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ എത്ര തിരക്കാണെന്നൊന്നും. ലിഫ്റ്റ് എടുക്കുന്നവർ നേരെ ബാക്ക് സൈഡിലോട്ട് വരണം, ചേർച്ചിൻ്റെ ബാക്കിലായിട്ട്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ആ കാണുന്നതാണ് നമ്മുടെ ക്യൂ. സോ ലെറ്റ്സ് വെയിറ്റ്. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ക്യൂവിൽ വന്ന് നിന്നിട്ടുണ്ട്. അപ്പുറത്തെ ക്യൂ വെച്ച് നോക്കിയാൽ ഇവിടെ നല്ല രീതിയിൽ വെയിൽ കുറവുണ്ട്. സോ ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് പോകുന്നത്. സെക്യൂരിറ്റി ചെക്കിൽ അവർ നമ്മൾ ബാഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റെസ്ട്രിക്റ്റഡ് ഐറ്റം. ബട്ട് സ്റ്റിൽ ഒത്തിരി പേര് വെള്ളം ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത ലൈനിൽ നിൽക്കുകയാണ് ലിഫ്റ്റിൽ കയറാൻ. അവർ വളരെ കുറച്ച് നമ്പേഴ്സിലാണ് ലിഫ്റ്റിൽ അലൗ ചെയ്യുന്നുള്ളൂ. മേ ബി അത്രയും അതിൻ്റെ ലിമിറ്റ് കാണും. എന്തൊരു ഞങ്ങളുടെ കൂടെ ഈ ഒരു കപ്പിളും ഉണ്ടായിരുന്നു ലിഫ്റ്റിൽ. ഹാർഡ്ലി 4 പീപ്പിൾസിനാണ് അവർ അറ്റ് എ ടൈം ലിഫ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ഇത് കാണുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വാവ്, അത്രയ്ക്ക് ഒരു ബ്രെഡ് ടേക്കിംഗ് വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. ഇനി നമുക്ക് ചുറ്റും കറങ്ങി വേണം റൂഫ് ടോപ്പിലോട്ട് പോകാൻ. സം കൈൻഡ് ഓഫ് റെനോവേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് വി ആർ ജസ്റ്റ് മൂവിങ് ടു ഫൈൻഡ് എ ബെസ്റ്റ് ഫോട്ടോ സ്പോട്ട്. പലയിടത്തും ഇവിടെ ക്ലോസ്ഡ് ആണ്. നല്ല സ്റ്റെയർ ഒക്കെ ഉണ്ട്, എന്നാലും ക്ലോസ്ഡ് ആണ്. സോ നമ്മൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ഒരു കൊച്ചിനെടുക്കണേക്കാ കുറച്ച് സ്റ്റെയർ ഉണ്ട്. ഇങ്ങനെ ഒരു ആരോ ഉണ്ട് റൂഫ് ടോപ്പിലോട്ട് പോകാൻ. തീർന്നോ? ആ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ പോയി നമുക്ക് ഫുഡ് കഴിച്ച് നല്ല അടിപൊളി വ്യൂ കണ്ട് ഫുഡ് കഴിക്കാം നമുക്ക്. ഇത് ടോപ്പ് എന്ന് എഴുതിയിട്ട് നമ്മൾ താഴോട്ട് പോവാണല്ലോ. ഞങ്ങൾ ആക്ച്വലി ടൈമില്ല, അതുകൊണ്ട് ചേർച്ചിനകത്ത് പോകണില്ല. പക്ഷേ നൗ വി തിങ്ക് വി മിസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. സ്പെൻഡിങ് 16 euros, അതും ഇതിനകത്ത് വരുന്നത് വേർത്ത് ആണോ എന്ന് ചോദിച്ചവരടുത്ത് റിയലി വേർത്ത് ആണ്. അതിൻ്റെ അകത്ത് വന്നാലേ നമുക്കത് മനസ്സിലാവും. ആൻഡ് ഗൈസ്, വി മേഡ് ഇറ്റ് ടു ദ റൂഫ് ടോപ്പ്. അങ്ങനെ അവിടെ എത്തി. ആദ്യം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാണ്. ശരിക്കും തളർന്നു പോയി നമ്മൾ മുകളിൽ എത്തുമ്പോൾ. കാരണം വെള്ളം പ്രോപ്പർലി കുടിക്കാത്തതുകൊണ്ട് ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല. ഞങ്ങൾക്ക് അത് ഒരു അബദ്ധം പറ്റിയതാണ്. സോ നിങ്ങൾ വരെയാണെങ്കിൽ തിരക്കില്ലാത്തൊരു ക്വാണ്ടിറ്റി വെള്ളം നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. ഞങ്ങൾ ഈവൻ ഇതിർക്കുട്ടിന് പോലും വെള്ളമോ പാലോ ഒന്നും എടുത്തിട്ടില്ല. അവർ സ്ട്രിക്ട്ലി എഴുതി വെച്ചിരുന്നുണ്ട്. ബട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ആ അബദ്ധം ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ നമ്മൾ ഇതിർക്കുട്ടനോട് ഇതോ പോന്ന്. സോ ഇനി ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് നേരിട്ട് നമുക്ക് താഴെ പോവാം. ഇത് പോയി നാളത്തെ. ഓ സൂപ്പർ. നമ്മൾ
വേർത്താണ് ഈ ഒരു പൈസ മുടക്കി മുകളിൽ കയറുന്നത് തന്നെ. നമ്മൾ ഈ താഴെ നിന്നൊക്കെ കയറി ലിഫ്റ്റ് ആക്ച്വലി ഒരു ഫ്ലോറാവുന്നു, 2 ഫ്ലോർ വരെ അത്ര പോകും. പിന്നെ നമ്മൾ കറങ്ങി കറങ്ങി കയറി വരണം. നമ്മുടെ മിലാൻ സിറ്റി നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ എല്ലാം കിട്ടും. ആ ഓപ്പോസിറ്റൊക്കെ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ് ബോസ്. എവിടെ? ആ അങ്ങ് ദൂരെ ബോസ്കോ വെർട്ടിക്കാലിനയുടെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വ്ലോഗിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. കാസിലാണ് ആ നേരെ കാണുന്നത്, അതൊരു കാസിലാണ്. അത് നമ്മുടെ സ്ട്രീറ്റ് കാണുന്നത്, നമ്മുടെ ഷോപ്പിംഗ് സ്ട്രീറ്റ്, വിക്ടോറിയ, ഇമാനുവൽ. ആൻഡ് യാ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ട്രിപ്പ്. വൺ ഡേ ട്രിപ്പ് അല്ല, ആക്ച്വലി ഇതൊരു 2 ഡേ ട്രിപ്പായി പോയല്ലേ. സോ ഞങ്ങൾ ഇനി ഇവിടെ നേരെ ഇനി റൂമിലോട്ട് പോകണം. അതിന് പിന്നെ കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ട്. സോ ഹൗ വാസ് മിലാൻ? നൈസ്. ബട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നമ്മുടെ ക്രാക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ശോകമാണ്. ലൈക്ക് മെട്രോയുടെ ലൈവ് ടൈം, കറക്റ്റ് റിയൽ ടൈം നമുക്കറിയാൻ ഭയങ്കര പാടുന്നുണ്ടായിരുന്നു. ബാക്കി കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. സോ നമുക്ക് ഇതിന് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി കാണാം. നോ കാണണ്ടെന്ന്. നമ്മൾ കയറി വന്നത് ലിഫ്റ്റിലാണെങ്കിൽ തിരിച്ചവർ ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേഴ്സ് വഴിയാണ് വിടുന്നത്. നന്നായില്ലേ? 2 സ്ട്രോളറാണ് നമ്മൾ തിരിച്ചു വെച്ചാൽ. ഇത് കൊള്ളാമല്ലേ? അങ്ങനെ റൂഫ് ടോപ്പ് ഒക്കെ കണ്ടിറങ്ങി നമ്മളിപ്പോൾ ചേർച്ചിൻ്റെ അകത്തോട്ടാണ് എക്സിറ്റ് അടിക്കുന്നത്. ഇവിടെ ചേർച്ചിൻ്റെ അകത്തോട്ട് പോകാനുള്ളവർക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ ആ സൈഡിൽ നിന്ന് നമുക്കൊരു എൻട്രി ഉണ്ട്. ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയ ചെറിയ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. റിയലി ഇതൊരു ബോണസ് പാർട്ടാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അകത്തൂടെ ആയിരിക്കും നമ്മൾ എക്സിറ്റ് അടിക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ ദ്യൂമം ഗലേറിയൊക്കെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഇപ്പം നേരെ തിരിച്ച് നമ്മുടെ എയർബിഎൻബിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഫുഡ് കുക്കുകയാണ്. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോകാം. കാരണം അവിടെ നമ്മുടെ അടുത്ത ട്രെയിൻ ഉണ്ട്. സോ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഈ കാണുന്നൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഒരു ജെലാറ്റോ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം. 4 യൂറോ ആണ് സ്മോളിന്, മീഡിയത്തിന് 5 യൂറോയും, ബിഗിന് 6ഉം, ലാർജിന് 7ഉം. സോ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫ്ലേവർ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ട് പുള്ളി ഒരു ഹായൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിൾ ആയിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ട്രൈ ചെയ്യാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് മാംഗോ ആൻഡ് ഗ്രേപ്പ്, ദെൻ കുക്കി ആൻഡ് പിസ്താഷ്യോ ആയിരുന്നു. ആ ഒരു കോമ്പിനേഷൻ ഞാൻ പറയുമ്പോൾ പുള്ളി ഒരു വിയേർഡ് ലുക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ്, ഗ്രേപ്പ് ഓർ മാംഗോ? മാംഗോ. ഞാൻ മേടിച്ച കോമ്പിനേഷൻ ഒരു വിയേർഡാണ്. പിസ്താഷ്യോയും പിന്നെ കുക്കി ആൻഡ് ക്രീം. എനിക്ക് വെറും കുക്കി ആൻഡ് ക്രീം മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. സോ ഇത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. അങ്ങനെ ചൂടത്ത് നല്ല ജെലാറ്റോ ഒക്കെ കഴിച്ച് തീർന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ ദ്യൂമോ മെട്രോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വേണം നമുക്ക് മെട്രോ എടുത്ത് നേരെ സെൻട്രാലിലോട്ട് പോകാൻ. ശരിക്കും ടൂറിസ്റ്റുകളായ നമ്മൾ വെളുപ്പിനെ തന്നെ ഇവിടെ എണീച്ച് വന്നാലേ നമുക്ക് ആളില്ലാതെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. രാവിലെ വന്നത് നന്നായി, കാരണം ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. അങ്ങനെ മിലാനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. സോ ഞങ്ങളിവിടെ മെട്രോയിലൊക്കെ ടിക്കറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് ATM മിലാനോ എന്ന് പറഞ്ഞ ആപ്പാണ്. ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ്ലി ഫോണിൽ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതാണ് ഇന്നലെ തൊട്ട് ഇന്ന് ഉച്ച വരെ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ ലാസ്റ്റ് തിരിച്ച് സ്റ്റേഷനിൽ വരാൻ വേണ്ടി ഞങ്ങളത് ആപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ QR കോഡ് വരുന്നില്ല. സോ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഒരു PNR നമ്പറാണ് അത് നമ്മൾ അടിച്ച ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുത്ത് അതിൽ ഓപ്ഷൻ കാണും. അതർ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ആ PNR നമ്പർ യൂസ് ചെയ്ത് നമ്മൾ ആ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്തെടുക്കും. ആ ടിക്കറ്റ് ഇവിടെ സോ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 സാധനം കിട്ടും. ഇത് നമ്മൾ നോർമലി വരുന്ന പോലെ തന്നെ നോർമലി വരുന്ന പോലെ തന്നെ അത് ടാപ്പ് ചെയ്ത് നമുക്ക് ഇറങ്ങി വരാം. ശരിക്കും നമ്മൾ ഈ ഇവിടേക്ക് ട്രാവൽ ഒരു 1 ഡേ അപ്രോക്സ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് 160 യൂറോയുടെ ഒരു 7.60 യൂറോയുടെ ഒരു ടിക്കറ്റ് എടുക്കുന്നതാണ് ലാഭം. അതാകുമ്പം നമ്മളെപ്പോലെ ട്രാവലേഴ്സിന് അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഇത്. അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇത്. ഒരു ട്രെയിൻ ജേണിക്ക് തന്നെ 2 യൂറോസ് വരും. ഇതാകുമ്പോൾ 24 hours വാലിഡാണ്. നമ്മൾ ക്രാക്കോയിൽ 17 സ്ലോട്ടിയുടെ നമുക്കൊരു
1 ഡേ ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് 7.60 യൂറോയുടെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വന്ന് മാക്ഡിയിൽ വന്നിരുന്ന് വിശപ്പില്ല, കാരണം ഞാൻ നേരത്തെ കാണിച്ചല്ലേ ഞങ്ങൾ എയർബിഎൻബിയിൽ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുക്ക് ചെയ്ത് ഞങ്ങൾ കഴിച്ചിട്ട് ആണ് ഇറങ്ങിയത്. ജസ്റ്റ് ടൈം ഉള്ളതുകൊണ്ട് ഇതിന് ഫുഡിന് വേണ്ടി അവൻ്റെ ഫേവറേറ്റ് മാക്ഡി കറി ഫ്രഞ്ച് ഫ്രൈസും മേടിച്ചു. വേറെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. അതുപോലെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഇതുവരെ അറിഞ്ഞിട്ടില്ല, ആപ്പിലും ഇല്ല. ആൻഡ് ഞങ്ങൾ ഇനി ഫ്ലോറൻസിലോട്ട് പോകുന്ന ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിലാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ല. പുതിയൊരു വീഡിയോ വരുന്നവരെ ഇറ്റ്സ് ബൈ ബൈ ഫ്രം മിലാൻ.